രമേശ് തന്റെ തള്ളുവണ്ടിയിൽ മല്ലി ഇലകൾ വെച്ചുകൊണ്ട് കസ്റ്റമേഴ്സിനെ ഉച്ചത്തിൽ വിളിക്കുകയായിരുന്നു. വരൂ വരൂ, ഫ്രഷായ കൊത്തമല്ലി തഴ വാങ്ങിക്കാൻ വരൂ. ബിറ്റു എന്ന് പേരുള്ള ഒരു കസ്റ്റമർ രമേശിനടുത്ത് വന്ന് എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ എനിക്ക് 10 രൂപയ്ക്ക് കൊത്തമല്ലി തഴ തരുമോ? രമേശും 10 രൂപ വാങ്ങിയിട്ട് ആ കസ്റ്റമറിന് മല്ലി ഇലകൾ നൽകി. ചേട്ടാ 10 രൂപയ്ക്ക് എന്താ ഇത്ര കുറവായിട്ട് തരുന്നേ? പൈസ ഇത്തിരി കൂടുതലാണ് ചേട്ടാ. ഇപ്പൊ അത്രയൊന്നും വിലയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ പറയാമല്ലോ, നിങ്ങൾ കൂടുതൽ വില പറഞ്ഞ് കസ്റ്റമറിനൊക്കെ പറ്റിക്കുകയെന്ന്. ചേട്ടാ ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്ക്. ഈ വണ്ടിയിൽ വെക്കണ കൊത്തമല്ലി തഴ ഒരുപാട് പൈസ കൊടുത്താ ഞാൻ മേടിക്കുന്നത്. ഈ ഗ്രാമത്തിൽ വെച്ച് ജമീന്ദാര് മാത്രമേ കൊത്തമല്ലി തഴയൊക്കെ സപ്ലൈ ചെയ്യുന്നത്. രമേശ് പറഞ്ഞത് കേട്ടിട്ട് ബിട്ടു തൊട്ടടുത്തുള്ള കടയിലേക്ക് നടന്നു. ആ കടക്കാരന്റെ കയ്യിൽ 10 രൂപ നൽകിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ 10 രൂപയ്ക്ക് കൊത്തമല്ലി തഴ തരൂ. ആ കടക്കാരനും ബിറ്റുവിന് 10 രൂപയ്ക്ക് മല്ലി ഇലകൾ നൽകി. ബിട്ടു ആ മല്ലി ഇലകൾ വാങ്ങിയിട്ട് രമേശിനടുത്ത് വന്ന് എന്തു പറഞ്ഞെന്നാൽ, നീ എനിക്ക് 10 രൂപയ്ക്ക് കുറച്ച് കൊത്തമല്ലി തഴയെ തന്നുള്ളൂ. പക്ഷെ ആ കടക്കാരൻ 10 രൂപയ്ക്ക് എനിക്ക് ഒരുപാട് തഴ തന്നു. എനിക്ക് താ, എന്റെ പൈസ തിരിച്ചുതാ. നിന്റെ കടയിൽ കൊത്തമല്ലി തഴ വാങ്ങിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ മാത്രമല്ല, ഈ ഗ്രാമത്തിലെ ഒരാൾ പോലും നിന്നോട് കൊത്തമല്ലി തഴ മേടിക്കില്ല. സത്യത്തിൽ നീ കൊള്ളയടിക്കാണ്. ബിട്ടു വളരെ ദേഷ്യപ്പെട്ടിട്ട് ആ സ്ഥലത്തൊന്നും പോയി. വൈകുന്നേരം രമേശ് തന്റെ വീട്ടിലേക്ക് പോയിട്ട് തന്റെ ഭാര്യയായ സ്വാതിയോട് എന്തു പറഞ്ഞെന്നാൽ, എനിക്കൊന്നും മനസ്സിലാവില്ല സ്വാതി. കടക്കാരൻ അത്രയും ഒരുപാട് പൈസ കുറഞ്ഞിട്ട് കൊത്തമല്ലി തഴ എങ്ങനെയാ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്റെ കച്ചവടം ഒരുപാട് മോശമായി പോവാണ്. നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരുമെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാകാത്തത്? ആ ജമീന്ദാർ നിങ്ങൾക്ക് മാത്രം കൂടുതൽ വിലയ്ക്ക് മല്ലി ഇലകൾ വിൽക്കുന്നു. വലിയ കടയിലെ ആളുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് മല്ലി ഇലകൾ വിൽക്കുന്നു. എന്തായാലും ജമീന്ദാറിന് എത്ര ലാഭം കിട്ടും? ഒന്ന് ചിന്തിച്ചു നോക്കൂ. കുറച്ചു ദിവസം മുൻപ് നമ്മുടെ ഗ്രാമത്തിൽ മല്ലി ഇലകൾ വിൽക്കാൻ മാത്രം എത്ര കടകൾ ഉണ്ടായിരുന്നു? പതുക്കെ പതുക്കെ ആ കടകളെല്ലാം തന്നെ മൂടപ്പെട്ടു. ഈ ഗ്രാമത്തിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമാണ് മല്ലി ഇലകൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. എന്ന് ഈ കട നിങ്ങളും മൂടുന്നുവോ, അന്ന് കടയിലുള്ളവർ അവരുടെ ഇഷ്ടത്തിനുള്ള കാശിന് മല്ലി ഇലകൾ വിൽക്കും. നീ പറഞ്ഞത് വളരെ ശരിയാണ് സ്വാതി. ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ ജമീന്ദാരോട് സംസാരിക്കാൻ പോവാണ്. അടുത്ത ദിവസം രമേശ് ആ ഗ്രാമത്തിലെ ജമീന്ദാറിനെ കാണാനായി ചെന്നു. രമേശിനെ കണ്ടതും ജമീന്ദാർ എന്തു പറഞ്ഞെന്നാൽ, അതെ, എന്ത് കാര്യോ രമേശേ? ഇന്നലെ നീ എന്റെ അടുത്തും കൊത്തമല്ലി തഴ അടിച്ചുകൊണ്ട് പോയത്? അത്ര പെട്ടെന്ന് എല്ലാം കച്ചവടം ചെയ്ത് കഴിഞ്ഞോ? ഞാൻ ഇക്കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണ് നിങ്ങളോട് വന്നത്. എന്തു പറ്റി? എല്ലാം നല്ലപോലെയല്ലേ പോകുന്നത്? ജമീന്ദാരെ, ഗ്രാമത്തിലിരിക്കുന്ന എല്ലാ കടകൾക്കും നിങ്ങളാണ് കൊത്തമല്ലി തഴ സപ്ലൈ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഞാനും നോക്കിക്കൊണ്ട് വരിക. കടക്കാരന്മാര് കുറച്ച് പൈസ കൊണ്ട് ഒരുപാട് കൊത്തമല്ലി തഴ തരുന്നുണ്ട്. ഇത് നല്ല കാര്യമല്ലേ രമേശേ? നീയും കുറച്ച് പൈസക്ക് കൊത്തമല്ലി തഴ വിൽക്ക്. പക്ഷെ അത് എങ്ങനെ പറ്റും ജമീന്ദാരെ? നിങ്ങളാണ് കടക്കാരന്മാർക്ക് കുറഞ്ഞ വിലയ്ക്ക് കൊത്തമല്ലി തഴ തരുന്നത്, പക്ഷെ എനിക്ക് കൂടുതൽ പൈസക്കാ വിൽക്കുന്നത്. നീ പറഞ്ഞത് വളരെ ശരിയാണ് രമേശേ. എല്ലാ കടക്കാരന്മാരും അവരെല്ലാം കൊത്തമല്ലി തഴന്ന് ഒന്നിച്ചെടുക്കുന്നത്. അതുമാത്രമല്ലാതെ കുറെ പൈസക്ക് വ്യാപാരം ചെയ്യുന്നുണ്ട്. പക്ഷെ നീ വണ്ടി കട ഇട്ടുകൊണ്ട് അവന്റെ കച്ചവടമൊക്കെ മോശമാക്കുന്നു. അതുകൊണ്ട് ഇന്ന് തൊട്ട് നീ കൊത്തമല്ലി തഴ വെക്കുന്നത് നിർത്തേക്ക്. ഇത് വലിയ തെറ്റായ കാര്യമാണ് ജമീന്ദാരെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ കാര്യങ്ങളൊക്കെ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾ ചെറിയ ചെറിയ കച്ചവടന്മാരുടെ വ്യാപാരമൊക്കെ നശിപ്പിച്ച് വലിയ വ്യാപാരികൾക്ക് സപ്പോർട്ട് ചെയ്യാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും? ഇനി എന്റെ സ്ഥലത്ത് നിന്ന് നിനക്ക് കൊത്തമല്ലി തഴ ഒന്നും ഞാൻ തരില്ല. ചെന്ന് വേറെന്തെങ്കിലും കച്ചവടം തുടങ്ങ. ജമീന്ദാർ രമേശിനെ ഒരുപാട് അപമാനിച്ച് തന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അടുത്ത ദിവസം മുതൽ രമേശ് കടയിടുന്നത് നിർത്തി. പിന്നെ വലിയ കടക്കാരൊക്കെ അവരവരുടെ മനസ്സിൽ തോന്നിയ വില വെച്ച് വിൽക്കാൻ തുടങ്ങി. ബിറ്റു ഒരു കടക്കാരന്റെ കയ്യിൽ നിന്നും മല്ലി ഇലകൾ വാങ്ങാനായി വന്നു. എനിക്ക് ഈ 10 രൂപയ്ക്ക് കൊത്തമല്ലി തഴ തരൂ. കടക്കാരൻ ബിറ്റുവിന്റെ കയ്യിൽ വളരെ കുറച്ചു മാത്രം മല്ലി ഇലകൾ നൽകി. ചേട്ടാ എന്തത്? 10 രൂപയ്ക്ക് ഇത്ര കുറവായ കൊത്തമല്ലിയോ? നീ തന്ന പൈസക്ക് ഇത്രേ വരില്ലു മോനെ. നിനക്കറിയോ കൊത്തമല്ലിന്റെ റേറ്റ് ആകാശത്തിന്റെ വിലയാണ്. ഇത്രയും പൈസ കൊടുത്ത് എനിക്ക് കൊത്തമല്ലി തഴ വാങ്ങിക്കാൻ കഴിയില്ല. ഒപ്പം നിന്റെ ഭക്ഷണത്തിൽ കൊത്തമല്ലി ഇടുന്നത് നിർത്തിക്കോ. രമേശ് ഈ സംഭവം വളരെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വേദനയോടെ
തന്റെ വീട്ടിനകത്ത് വന്ന് കട്ടിലിൽ ഇരുന്നു. അപ്പോഴാണ് ആ ഗ്രാമത്തിലുള്ള ബഡിയ എന്നു പേരുള്ള ഒരു വയസ്സായ ആൾ അവിടേക്ക് വന്നത്. ആ ബലിയ ചിത്തപ്പ, നിങ്ങൾ എന്താ പെട്ടെന്ന് ഇവിടെ? നിനക്ക് ജമീന്ദാർ ചെയ്തത് വലിയ ഒരു തെറ്റാണ്. ജമീന്ദാർ അതുപോലെ നിനക്ക് ചെയ്തിരിക്കാൻ പാടില്ല. എന്തു ചെയ്യാനാ ചിറ്റപ്പ? ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കാലത്ത് നിങ്ങളുടെ കൃഷിയിൽ വലിയ അളവിൽ കൊത്തമല്ലി തഴ ഇട്ടിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഞാൻ കടക്കാരന്മാർക്ക് കൊത്തമല്ലി തഴ വെറുതെയാണ് തരിക. പക്ഷെ ഇപ്പൊ കാലം മാറിയില്ല ചിറ്റപ്പ. കാലം എങ്ങനെയെങ്കിലും മാറിയിരിക്കട്ടെ രമേശേ, പക്ഷെ ഇന്നും മായ കൊത്തമല്ലി ഗ്രാമം ഉണ്ട്. ഇത് കേട്ടതും രമേശ് വല്ലാതെ അതിശയിച്ചു പോയി. നിങ്ങൾ പറഞ്ഞു വരുന്ന കാര്യം എനിക്ക് മനസ്സിലായില്ല ചിറ്റപ്പ. രമേശ്, ഗ്രാമത്തിലിരിക്കുന്ന എല്ലാവരും എന്താ വിചാരിച്ചിരിക്കുന്ന വെച്ചാ ഞാൻ എന്റെ കൃഷിയില് കൊത്തമല്ലി തഴ ഇട്ടുന്നാണ്. പക്ഷെ സത്യം അതല്ല. സത്യം എന്താന്ന് വെച്ചാ ആ സമയത്ത് ഞാൻ കൊത്തമല്ലി ഗ്രാമത്തിൽ നിന്ന് കൊത്തമല്ലി കൊണ്ടുവരും. അതൊരു മായ ഗ്രാമമാണ്. ആ മായ ഗ്രാമത്തിന്റെ അകത്ത് പോണ വഴി എവിടെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാ നീ മായ കൊത്തമല്ലി ഗ്രാമത്തിലേക്ക് പോകണം. പിന്നെ അവിടുന്ന് കൊത്തമല്ലി എടുത്തുകൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് പൈസ ഇല്ലാതെ കൊടുക്ക. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കോ. വലിയ ചിത്തപ്പ, നിങ്ങൾ എന്നോട് തമാശയല്ലല്ലോ അടിക്കുന്നേ? അല്ല രമേശേ, നമ്മുടെ ഗ്രാമം കഴിഞ്ഞ് കുറച്ചു ദൂരം പോയ ഒരു കുളമുണ്ട്. അവിടെ പ്രേതം പിശാചൊക്കെ ഉണ്ടെന്ന് പറയും. നീ അവിടെ ചെന്ന് ചാടിക്കോ. നീ തന്നെ മായ കൊത്തമല്ലി ഗ്രാമത്തിലേക്ക് ചെന്നെത്തും. പിന്നെ ഈ രഹസ്യത്തിന് നീ മാത്രം വെച്ചേക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് ബലിയ കൊച്ചിച്ചൻ അവിടെ നിന്നും തിരിച്ചുപോയി. ഞാൻ അറിഞ്ഞതുവരെ ബലിയ കൊച്ചിച്ചൻ ഉണ്ടല്ലോ, അദ്ദേഹം ഒരിക്കലും നുണയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അതുപോലെ ചെയ്തു നോക്കൂ. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ജമീന്ദാറിന്റെ വ്യാപാരം ഈ ഗ്രാമത്തിൽ നിന്നും മൊത്തത്തിൽ നശിപ്പിച്ചു കളയണം. രമേശ് ബഡിയ കൊച്ചിച്ചൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോയി. പിന്നെ ആ കുളത്തിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരുന്നു. രമേശ് ആ കുളത്തിനകത്തേക്ക് ചാടി. അപ്പോഴാണ് അദ്ദേഹം ഒരു വ്യത്യസ്തമായ ഗ്രാമത്തിലേക്ക് ചെന്നെത്തിയത്. രമേശ് നോക്കിയപ്പോൾ ആ ഗ്രാമത്തിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ മല്ലിയിലകൾ കൊണ്ട് ചെയ്തതാണ്. രമേശ് അത് കണ്ട് സ്തംഭിച്ചു പോയി നിന്നു. ഇത് നല്ല വിചിത്രമായ ഗ്രാമത്തിനെ പോലെ ഇരിക്കുന്നല്ലോ. ഇവിടെ എല്ലാ കാര്യങ്ങളും കൊത്തമല്ലി കൊണ്ടാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് രമേശിന്റെ കാതുകളിൽ ഒരാളിന്റെ ശബ്ദം കേട്ടത്. നീ പറഞ്ഞത് ശരിയാ മോനെ, ഇതൊരു മായ കൊത്തമല്ലി ഗ്രാമമാണ്. രമേശ് നോക്കിയപ്പോൾ അയാൾ സൈക്കിളിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവിടുന്ന് കൊത്തമല്ലി തഴ എടുത്തുകൊണ്ട് പോവാൻ വന്നതാണ്. നിനക്ക് ഈ സ്ഥലത്ത് എത്ര കൊത്തമല്ലി തഴ വേണോ അത്ര എടുത്തുകൊണ്ട് പോയിക്കോ. ഇവിടെ കൊത്തമല്ലി തഴ എടുത്തുകൊണ്ട് പോവാൻ ഞങ്ങള് പൈസ ഒന്നും മേടിക്കില്ല. രമേശ് ഒരുപാട് മല്ലിയിലകൾ എടുത്തുകൊണ്ട് ആ കുളത്തിന്റെ കരയിലേക്ക് വന്നെത്തി. പിന്നെ ആ കുളത്തിനകത്തേക്ക് ചാടി. ആ കുളത്തിനകത്തേക്ക് ചാടിയതും തന്നെ രമേശ് തന്റെ ഗ്രാമത്തിലേക്ക് വന്നെത്തി. ഇത് അടിപൊളിയാ. മായ കൊത്തമല്ലി ഗ്രാമത്തിലിരുന്ന് വരാനും പോവാനുമുള്ള വഴി എളുപ്പമാണല്ലോ. ഇനി ദിവസം കൊത്തമല്ലി തഴ കൊണ്ടുവന്ന് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വെറുതെ കൊടുക്കും. രമേശ് അന്ന് മുതൽ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് ഇളവായിട്ട് മല്ലിയിലകൾ നൽകി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു കസ്റ്റമർ രമേശിനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, മോനെ, നീ തരുന്ന ഈ കൊത്തമല്ലി തഴയില് എന്തെങ്കിലും മരുന്ന് തടവിട്ടുണ്ടോ? ഇല്ല ചേട്ടാ. എന്തേ, ആർക്കും എന്തെങ്കിലും പ്രശ്നമായോ? എന്റെ ഭാര്യക്ക് വയറ്റുവേദന പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ അടുത്തുനിന്ന് കൊത്തമല്ലി തഴ മേടിച്ചതിന് ശേഷം അവൾക്ക് വയറുവേദന ശരിയായി. ഇങ്ങനെ പറഞ്ഞിട്ട് ആ കസ്റ്റമർ രമേശിന്റെ കയ്യിൽ കുറച്ചു പണം നൽകിയിട്ട് അവിടെ നിന്നും പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രമേശ് കൊണ്ടുവന്ന മല്ലിയിലകൾ കഴിച്ച് രമേശിന്റെ ഗ്രാമത്തിൽ രോഗം പിടിച്ച എല്ലാവരും സുഖപ്പെട്ടു. അതിനു പകരമായി രമേശിന് ഒരുപാട് ആളുകൾ ഒരുപാട് പണവും സമ്മാനങ്ങളും നൽകി. ജമീന്ദാറിന്റെ ദേഷ്യം കാരണം കണ്ണുകളൊക്കെ ചുവന്നുപോയി. പിന്നെ തന്നെത്താനെ അദ്ദേഹം പറഞ്ഞു, ഈ പിച്ചക്കാര പയ്യൻ രമേശ് സ്വയം പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇവൻ കാരണം എന്റെ കച്ചവടം എല്ലാം നഷ്ടമായിരിക്കാണ്. ഞാൻ ഇവനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവന് തീർച്ചയായും എന്തെങ്കിലും പാഠം കൽപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് ജമീന്ദാർ ദേഷ്യത്തിൽ മാർക്കറ്റിൽ ആ സ്ഥലത്തേക്ക് ചെന്നു. ആ സ്ഥലത്താണ് രമേശ് തന്റെ വണ്ടിക്കട വച്ചിരിക്കുന്നത്. രമേശ്, നീ കാരണം എന്റെ കച്ചവടം ഒരുപാട് നഷ്ടമായിരിക്കാണ്. ഞാൻ നിനക്ക് നാളെ വരെ സമയം തരാം. മര്യാദയ്ക്ക് ഗ്രാമത്തിനെ വിട്ട് ഓടിവയ്ക്കോ, അല്ലെങ്കിൽ എന്നെക്കാട്ടിലും ശത്രു നിനക്ക് വേറെ ആരും ഉണ്ടാവില്ല. രമേശിന്റെ മേലെ കൈവയ്ക്കണ മുമ്പ് ഒരു തവണ ഒന്ന് ആലോചിക്ക് ജമീന്ദാരെ. അതെ, നീ എന്തോ പറയാൻ വരുന്നേ?
രമേശ് കൊണ്ടുവരുന്ന കൊത്തമല്ലി തന്നെ കഴിക്കണ കൊണ്ട് ഗ്രാമത്തില് അസുഖം വന്നവർക്കൊക്കെ ശരിയായി. പിന്നെ രമേശ് ഇതിന് പകരം പൈസയൊന്നും മേടിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ പ്രാന്താണ് പിടിച്ചിരിക്കുന്നത്. ഇവൻ കൊത്തമല്ലി തഴ ഫ്രീ ആയിട്ട് കൊടുക്കാം, പക്ഷേ ഗ്രാമത്തിലേക്കുള്ള എല്ലാ പൊട്ടന്മാരാണോ? ഇവന്റെ കയ്യിൽ അത്രയും പൈസ വെച്ചുകൊണ്ടാ പോകുന്നത്. ഇതിനെക്കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? എന്നാ അവന്റെ കുടുംബത്തിൽ ഒരുപാട് അസുഖം വന്ന് കടന്നവര് രമേശിന്റെ കൊത്തമല്ലി തട കഴിച്ചിട്ടാ ശരിയായത്. നിങ്ങൾക്ക് എന്താ പ്രാന്താണോ പിടിച്ചിരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇവനോട് ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവനോട് ദിവസം കൊത്തമല്ലി തഴ എവിടെന്നോ കൊണ്ടുവരുന്നെന്ന് ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഇവ എവിടെന്നോ കട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് കൂട്ടമായി ഒരുപാട് ജനങ്ങൾ വന്നത്. ആ കൂട്ടത്തിലുള്ള ഒരാള് ജമീന്ദാറിനോട് എന്തു പറഞ്ഞെന്നാൽ, അവര് എവിടെ നിങ്ങൾ കൊണ്ടുവരട്ടെ, പക്ഷെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായി? ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഇവൻ കഴിക്കണ കൊത്തമല്ലി തഴ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഭേദമായിരിക്കുകയാണ്. ഇവിടെ നോക്ക് ജമീന്ദാര്, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ, അല്ലെങ്കിൽ ഇവിടെ തിരക്ക് നിങ്ങൾ കണ്ടല്ലോ. ഇവരെല്ലാം നിങ്ങളെ തല്ലാൻ വേണ്ടി അവിടെ കൂടിയിരിക്കുന്നത്. കൂട്ടത്തിനെ കണ്ടതും ജമീന്ദാർ ആകെ പേടിച്ചുപോയി. പിന്നീട് അദ്ദേഹം ശാന്തമായി അവിടെ നിന്നും തിരിച്ചുപോയി. ആ ജമീന്ദാർ അത്രത്തോളം പേടിച്ചിരുന്നു. അടുത്ത ദിവസം ആ ഗ്രാമത്തിൽ നിന്നും തന്നെ അദ്ദേഹം ഓടിക്കളഞ്ഞു. രമേശിന്റെ ഭാര്യ സ്വാതി രമേശിനോട് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ വലിയ കൊച്ചച്ഛൻ തീർച്ചയായും കള്ളം പറയില്ലെന്ന്. നീ പറഞ്ഞത് ശരിയാണ് സ്വാതി. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് വലിയ കൊച്ചച്ഛൻ വന്നത്. പിന്നെ രഹസ്യമായ രീതിയിൽ ചിരിച്ചുകൊണ്ട് രമേശിനെ നോക്കി അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ആ മായ ഗ്രാമത്തിൽ നിന്ന് കൊത്തമല്ലി തഴ കൊണ്ടുപോവാ, പിന്നെ അതിനുശേഷമുള്ള അതിശയങ്ങൾ നീ കാണുന്നല്ലേ പറഞ്ഞേ. വലിയ കൊച്ചച്ഛൻ പറഞ്ഞത് കേട്ടിട്ട് രമേശും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടുപേരും ചിരിക്കാൻ തുടങ്ങി.